Okay, good morning all. Next we are going to consider about nano ring. In the last class we have discussed about nanoparticles. And then we are going to discuss about nano ring. ഇനി നാനോ റിങ് എന്താണ് നാനോ റിങ്? നാനോ റിങ് എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡിൻ്റെ നാനോ ബെൽറ്റ് സെൽഫ് കോയിലിംഗ് പ്രോസസ്സ് വഴി റോൾ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു അത് റോൾ ചെയ്തുണ്ടാക്കുന്ന ഒരു കോയിൽ ആണ് എന്ത് പറയുന്നത് നാനോ റിങ് പറയുന്നത്. നാനോ റിങ് എന്ന് പറഞ്ഞാൽ എന്താ? ZNOൻ്റെ നാനോ ബെൽറ്റ് റോൾഡ് ബൈ സെൽഫ് കോയിലിംഗ് പ്രോസസ്സ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോയിൽ, അങ്ങനെ ഉണ്ടാകുന്ന കോയിലിനെയാണ് എന്ത് പറയുന്നത്? നാനോ റിങ് എന്ന് പറയുന്നത്. ഈ നാനോ റിങ് 2-3 നാനോ ബെൽറ്റ് ലെയർ ബൈ ലെയർ ആയിട്ട് കോയിൽ ചെയ്തിട്ടും എന്തുണ്ടാക്കാം? ഈ നാനോ റിങ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നാനോ റിങ് ഈസ് ഫോംഡ് ബൈ റോളിംഗ് അപ്പ് സിംഗിൾ ക്രിസ്റ്റൽ ZN ഓക്സൈഡ് നാനോ ബെൽറ്റ് ബൈ റോളിംഗ് ZNO by self-coiling process and layers of nanobelts are rolled together as layer by layer. ഓക്കെ, ഇനി എങ്ങനെ ഈ നാനോ ബെൽറ്റ് നമുക്ക് ഉണ്ടാക്കാം? അപ്പം ഏത് മെറ്റീരിയലിൻ്റെയാണോ നാനോ ബെൽറ്റ് നമുക്ക് വേണ്ടത്, ആ ക്രിസ്റ്റലിനെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്യും. ആ സെമി കണ്ടക്ടിങ് മെറ്റീരിയലിനെ നമ്മൾ ഇവാപ്പറേറ്റ് ചെയ്ത് എങ്ങനെ? വാക്വത്തിൽ ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഹീറ്റ് ചെയ്യുക. എന്തിനെ ഹീറ്റ് ചെയ്യുക? ഈ നമുക്ക് വേണ്ട ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് എന്ത്? നാനോ ബെൽറ്റ്. ഓക്കെ, നാനോ ബെൽറ്റ് നമുക്ക് ZNOൻ്റെ മാത്രമല്ല LN2O3ൻ്റെയും കാഡ്മിയം ഓക്സൈഡിൻ്റെയും ഒക്കെ എന്തുണ്ടാക്കാം? നാനോ ബെൽറ്റ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ നാനോ ബെൽറ്റ്സ് മെയിനായിട്ട് ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ എനർജി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ എനർജി മിനിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് എന്ത് ഫോം ചെയ്തത്? നാനോ ബെൽറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നാനോ റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൻസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ റെസനേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഡ്യൂസർ, പിന്നെ ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ സ്റ്റഡിങ് പീസോ ഇലക്ട്രിക് എഫക്റ്റ്, നാനോ സ്കെയിലിൽ പീസോ ഇലക്ട്രിക് എഫക്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നാനോ റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കപ്ലിങ്ങിനും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നാനോ റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നാനോ റോഡാണ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ നാനോ റോഡ്. ഓക്കെ, ഇനി നാനോ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നാനോ റോഡ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് റോഡാണ്, ഹാവിങ് ഡയമീറ്റർ റേഞ്ചിങ് ഫ്രം 20 to 19 നാനോമീറ്റർ. അതായത് ഒരു റോഡ് കൺസിഡർ ചെയ്യുക, അതിന് ഡയമീറ്റർ നന്നത് യൂണിഫോം ആയിരിക്കും. എവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 20 to 90 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. ഒരു യൂണിഫോം ഡയമീറ്ററുള്ള ഒരു റോഡാണ് എന്ത്? നാനോ റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞാൽ 5 to 10 മില്ലിമീറ്റർ റേഞ്ച്, ലെങ്ത്ത് കൂടുതലായിരിക്കും. ഡയമീറ്ററാണ് എന്തിൽ വരുന്നത്? നാനോമീറ്റർ റേഞ്ചിൽ വരുന്നത്. അതിൻ്റെ അതിൻ്റെ ടെമ്പറേച്ചറും ടൈമിനെയൊക്കെ ഡിപ്പെൻഡ്, ഈ നാനോ റോഡ് ഉണ്ടാക്കുന്നതിൻ്റെ ടെമ്പറേച്ചറിനെയും ടൈമിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്തിൽ ഒക്കെ വേരിയേഷൻ വരാം. ഓക്കെ, ഇത് നോർമൽ റേഞ്ച് വരുന്നത് 5 to 10 മില്ലിമീറ്ററാണ്. ഇത് മില്ലിമീറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേ ടെക്നോളജിയിൽ നാനോ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രധാനമായിട്ട് നാനോ റോഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇമേജിങ്, സെൻസിങ് ആൻഡ് ഇമേജിങ്, അതിൻ്റെ നാനോ ഗോൾഡ് റോഡാണ് യൂസ് ചെയ്യുന്നത്. സെൻസിങ് ആൻഡ് ഇമേജിങ് പ്രോസസ്സിന് എന്താ യൂസ് ചെയ്യുന്നത്? നാനോ ഗോൾഡ് റോഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറയുന്നതാണ് നാനോ ഷെൽസ്. ഫസ്റ്റ് എന്താ പറയുക? നാനോ റിങ്, പിന്നെ നാനോ റോഡ്, ഇനി അടുത്ത് നാനോ ഷെൽസ്. ഇനി ഒരു നാനോ ഷെൽസ് എന്ന് പറഞ്ഞാൽ ഒരു nano shell or core shell particle consists of concentric particles in which particles of nanomaterials are coated with a thin layer of another material. ഇനി ഈ ഇതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കോൺസെൻട്രിക് ഒരു സെൻറ്ററിന് കൺസിഡർ ചെയ്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ പാർട്ടിക്കിൾസ് എങ്ങനെ അറേഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് ഓഫ് ദ മെറ്റീരിയൽ ആർ കോട്ടഡ് വിത്ത് എ തിൻ ലെയർ ഓഫ് അനദർ മെറ്റീരിയൽ. ഒരു ലെയർ ഉണ്ടാവും, അതിനെ വേറൊരു ലെയർ ഓഫ് തിൻ മെറ്റീരിയൽ കൊണ്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കോർ ഉണ്ടാവും, ഒരു ഷെല്ലും ഉണ്ടാവും. ഇനി ഈ കോർ ഷെൽ ഏരിയ എന്ന് പറയുന്നത് ഹൈലി ഫങ്ഷണൽ ആയിരിക്കും. കോർ ഷെൽ ഏരിയ ഈസ് ഹൈലി ഫങ്ഷണൽ. ദേ ഷോ modified and improved properties than single component of nanoparticle of same size. അതായത്
ആ ഒരു പാർട്ടിക്കിളിൻ്റെ ഏത് പാർട്ടിക്കിളിൻ്റെ കോർ ഷെൽ ഏരിയ ആണോ ആ പാർട്ടിക്കിളിൻ്റെ ഒരു സിംഗിൾ പാർട്ടിക്കിളിനേക്കാളും പ്രോപ്പർട്ടീസ് ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്ത് കോർ ഷെൽ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ പാർട്ടിക്കിൾ നാനോ പാർട്ടിക്കിളിനേക്കാളും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്തിനാണ്? നാനോ ഷെല്ലിനാണ്. അപ്പം നാനോ പാർട്ടിക്കിൾസ് നാനോ ഷെല്ലിന് പകരം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോറി, നാനോ ഷെല്ലാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? നാനോ പാർട്ടിക്കിൾസിന് പകരം. ഇങ്ങനെ കോർ ഷെൽ ഏരിയ എന്ന് പറയുന്നത് ഹൈലി ഫങ്ഷണലാണ്. അപ്പം ഒരു പാർട്ടിക്കിളിൻ്റെ എക്സാമ്പിൾ ഒരു ഗോൾഡ് എടുക്കാം. ഗോൾഡ് പാർട്ടിക്കിളിൻ്റെ നാനോ പാർട്ടിക്കിളിനേക്കാളും ഇംപ്രൂവ്ഡ് പ്രോപ്പർട്ടി കാണിക്കുന്നത് ഗോൾഡിൻ്റെ നാനോ ഷെല്ലാണ്. ഒരു എക്സാമ്പിളാണ്. അങ്ങനെ ആകുമ്പം അതുകൊണ്ട് തന്നെ നാനോ പാർട്ടിക്കിളിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ചില സമയത്ത് നാനോ ഷെൽസ് യൂസ് ചെയ്യും. നാനോ ഷെൽസ് ആർ പ്രിഫേർഡ് ഓവർ നാനോ പാർട്ടിക്കിൾസ് ഇൻ സെർട്ടൈൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി കോർ ടു ഷെൽ റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ കോമ്പോസിഷനോ അതിൻ്റെ പ്രോപ്പർട്ടീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് വരുത്താൻ പറ്റും. കോർ ടു ഷെൽ ഇത് മാറ്റം വരുത്തിയിട്ട് നമുക്ക് അതിന് പ്രോപ്പർട്ടീസിന് മാറ്റം വരുത്താൻ പറ്റും. ഇനി തിക്നെസ് ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് 1 to 20 നാനോമീറ്റർ റേഞ്ചിലാണ്. തിക്നെസ് ഓഫ് ദ ഷെൽ ഈസ് ഇൻ ബിറ്റ്വീൻ 1 to 20 നാനോമീറ്റർ. ഓക്കെ, ഇനി പിന്നെ പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഷെൽ മെറ്റീരിയൽ ഹാവിങ് തിക്നെസ് ഇൻ നാനോമീറ്റർ റേഞ്ച് വിൽ ബിക്കം കോട്ടഡ് ഓൺ എ ഡൈഇലക്ട്രിക് കോഴ്സ് ടു അച്ചീവ് ഹൈ സർഫസ് ഏരിയ. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഷെല്ലിന് ഒരു കോറിന് ചുറ്റും ഒരു ഡൈഇലക്ട്രിക് കോറിന് ചുറ്റുമാണ് ഷെല്ല് കോട്ട് ചെയ്യുന്നതെങ്കിൽ നാനോമീറ്റർ റേഞ്ചിൽ ഷെല്ല് കോട്ട് ചെയ്യുന്നതെങ്കിൽ അത് എന്തിനാണ് അങ്ങനെ കോട്ട് ചെയ്യുന്നത് വെച്ചാൽ ടു അച്ചീവ് ഹൈ സർഫസ് ഏരിയ അച്ചീവ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഒരു കോർ എന്താക്കും? ഡൈഇലക്ട്രിക് ആക്കും. ആ ഡൈഇലക്ട്രിക് കോറിന് ചുറ്റുമാണ് നാനോമീറ്റർ റേഞ്ചിൽ ഷെല്ല് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി കോർ ഷെൽ സ്ട്രക്ചർ ഡിഫറെൻറ്റ് മോർഫോളജി ക്യാൻ ബി കോട്ടഡ് വിത്ത് ഷെൽ ടു ഗെറ്റ് ഡിസൈഡ് മോഡ്. അതായത് കോർ സ്ട്രക്ചർ നമുക്ക് വേണ്ട റോഡാക്കാം, റിങ് ആക്കാം, നമുക്ക് വേണ്ട മോർഫോളജിയിൽ കോട്ട് ചെയ്യാം. അതിന് വേണ്ട അപ്പോൾ അതിനനുസരിച്ച് കോർ ഷെൽ സ്ട്രക്ചറിലെ മോർഫോളജിയിൽ ചേഞ്ച് വരും. ഓക്കെ, നമുക്ക് വേണ്ട ഇതിൽ എന്ത് മോൾഡ് ചെയ്തെടുക്കാം? റിങ് ആയിട്ടോ റോഡായിട്ടോ ഒക്കെ എന്ത് ഇതാക്കിയെടുക്കാം? കോർ ഷെൽ സ്ട്രക്ചറിനെ വേണ്ട മോർഫോളജിയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് കെമിക്കൽ സ്റ്റെബിലിറ്റി ടു കൊളോയിഡ്സിനൊരു കെമിക്കൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന കാര്യമാണ് എന്ത്? നാനോ ഷെൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ലൂമിനസ് പ്രോപ്പർട്ടി, ഒരു സബ്സ്റ്റൻസിൻ്റെ ലൂമിനസ് പ്രോപ്പർട്ടി, അതായത് ഗോൾഡ് ലൂമിനസ് എന്ന തിളക്കം, ആ ഗോൾഡിനൊക്കെ ഒരു തിളക്കം കൂട്ടാം. അങ്ങനെ ഒരു ലൂമിനസ് പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും? നാനോ ഷെൽസ് സഹായിക്കും. സം ഡോപ്ഡ് സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾ ആർ എഫിഷ്യൻറ്റ് ഫ്ലൂറസെൻറ്റ് മെറ്റീരിയൽ. ഈ ലൂമിനസെൻസ് പറഞ്ഞപ്പോൾ തന്നെ ഇതിനൊരു ഫ്ലൂറസെൻറ്റ് മെറ്റീരിയലായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രഗ് ഡെലിവറി, ചില മരുന്നുകൾ പുറമെ കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാൻ നിൽക്കില്ല. അതേപോലെ ചില മരുന്നുകളെ ഡെലിവറിക്ക് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നാനോ ഷെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.